Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. എടവണ്ണ പഞ്ചായത്തിലെ പാണ്ഡ്യാട് വാർഡിലെ എടപ്പിലത്തുകൂട് നിവാസികൾക്കായുള്ള ശ്മശാനം യാഥാർത്ഥ്യമാകും. ശ്മശാനത്തിനായി സ്ഥലം വാങ്ങാൻ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് നടപടിക്രമങ്ങൾ നീളുകയായിരുന്നു. 10 സെന്റ് സ്ഥലം ശ്മശാനത്തിനായി വിട്ടുനൽകിയതോടെയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നത്. സെന്റ് സ്ഥലമാണ് ശ്മശാനത്തിനായി നേരത്തെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് സ്ഥലം വാങ്ങൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. 26 സെന്റ് സ്ഥലം വാങ്ങുന്നതിനായി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് 9.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പഞ്ചായത്ത് അനുവദിച്ച തുക ലാപ്സാകാൻ സാധ്യതയുള്ളതിനാലാണ് പ്രദേശവാസിയായ കുഞ്ഞൻ 26 സെന്റിൽ 10 സെന്റ് ഭൂമി ശ്മശാനം നിർമ്മിക്കാനായി ഇപ്പോൾ വിട്ടു നൽകിയത്. ഫണ്ട് ലഭ്യമായില്ലെങ്കിൽ CPM ഏഴുകളരി പാണ്ഡ്യാട് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തിനായുള്ള തുക നൽകുമെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി ദിനേശൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തെ എടപ്പലത്തുകുണ്ട് നഗർ നിവാസികൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ് വർഷങ്ങളായി ശ്മശാനമില്ലാതിരുന്ന ആ കുടുംബങ്ങൾക്ക് ഒരു ശ്മശാനം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ ജിജിന ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി അതിനുള്ള ശ്രമങ്ങൾ തുടരുകയും അതിനടിസ്ഥാനത്തിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനായിട്ട് ശ്മശാനത്തിനായി സ്ഥലം വാങ്ങുന്നതിനായി 9.5 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തുകയും ചെയ്തു. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശ്മശാനത്തിന് സമീപത്തായി താമസിക്കുന്ന ആൾ ഇതിനെതിരെ ഒരു പരാതി കൊടുക്കുകയും PMI ഭവന ലിസ്റ്റിൽ തന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും അത് അനുവദിക്കുകയാണെങ്കിൽ ഈ പരാതിയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ ശ്മശാനത്തിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പഞ്ചായത്ത് പിന്നീട് അയാൾക്ക് വീട് അനുവദിക്കുകയും PMI ലിസ്റ്റിലുള്ള ആളുകളെ വിളിക്കുകയും വീട് അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ പരാതിയിൽ നിന്നും പിൻവാങ്ങാൻ ഈ കോളനിയിലുള്ള ആളുകൾ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ അതിന് മുതിരാതെ മറ്റു പല ന്യായവാദങ്ങൾ നിരത്തുകയാണ് ചെയ്തത്. തുടർന്ന് കോളനി നിവാസികൾ എല്ലാവരും ഒപ്പിട്ട ഒരു പരാതി ഇദ്ദേഹത്തിനെതിരെ പഞ്ചായത്തിൽ കൊടുക്കുകയും അത് പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ഈ ഫണ്ട് നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്ന് ഭരണസമിതിയോട് ഇവരാവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ കക്ഷി ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങാതെ നിൽക്കുകയാണ് ചെയ്തത്. അടുത്ത മാർച്ച് മാസത്തോടു കൂടി ഈ ഫണ്ട് ലാപ്സാകാനുള്ള സാധ്യത നിലനിൽക്കെ ഈ ഫണ്ട് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പരാതിക്കാരനായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങളിവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോളനി ശ്മശാനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ഈ കോളനിക്ക് ഉള്ള ശ്മശാനത്തിനായി സ്ഥലം അനുവദിച്ചു തന്ന കുഞ്ഞൻ അതിൽ നിന്ന് 10 സെന്റ് ഈ ശ്മശാനത്തിനായി ഇപ്പോൾ അനുവദിക്കുകയാണ്. ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ഈ 26 സെന്റ് സ്ഥലവും ഈ ശ്മശാനത്തിനായി നീക്കിവെക്കാനും അദ്ദേഹം തയ്യാറാണ്. എന്നാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ ഈ 10 സെന്റ് അദ്ദേഹം ഈ ശ്മശാനത്തിനായി അനുവദിച്ചിരിക്കുകയാണ്. ഈ ഫണ്ട് ലഭിക്കാതെ വരുന്ന പക്ഷം എന്തെങ്കിലും ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട്
ഏത് വിധേനയായാലും അദ്ദേഹത്തിന് അതിനുള്ള സംഖ്യ CPIM-ന്റെ ഏഴുകളരി പാണ്ടിയാട് ബ്രാഞ്ചുകൾ ഏറ്റെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ഈ ശ്മശാനം ഇന്നത്തോടുകൂടി ഇതിന്റെ അളവ് പൂർത്തിയാകുന്നതോടുകൂടി ഈ ശ്മശാനം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ലഭ്യമായാൽ ബാക്കി വരുന്ന സ്ഥലവും ശ്മശാനത്തിനായി വാങ്ങാനുള്ള തയ്യാറെടുപ്പുകളും നടന്നു വരുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ ജിജിന ഉണ്ണികൃഷ്ണനും പറഞ്ഞു. പാണ്ടിയാട് വാർഡിലുള്ള എടപ്പലത്തുകൊണ്ട് നിവാസികൾക്ക് ശ്മശാനം പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ ഒരു പരാതി മൂലം അത് തടസ്സപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നിലവിൽ ആ ഒരു ഫണ്ട് വിനിയോഗം ചെയ്യാൻ വളരെയേറെ പ്രയാസപ്പെടുകയാണ്. നമുക്ക് ഈ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോളനിയിൽ തന്നെ നമ്മുടെ കുഞ്ഞേട്ടന് അദ്ദേഹം 10 സെന്റ് സ്ഥലം വിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ അളവ് നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ഈ എടപ്പലത്തുകൊണ്ട് നിവാസികളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതിന്റെ പുറമെ നമ്മൾ കൂടുതൽ പഞ്ചായത്തിൽ നിന്നുകൂടെ നമുക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലം കൂടെ 28 സെന്റ് സ്ഥലം ആണ് മൊത്തമായിട്ടുള്ളത്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഈ ഒരു ശ്മശാനത്തിലേക്ക് വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറാണ്. കോളനി നിവാസികളുടെ ഏറെ കാലത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരം കാണുന്നത്. കോളനിക്കാർക്ക് ഒരു ചിരകാല സ്വപ്നമായിരുന്നു ശ്മശാനം കിട്ടണമെന്ന്. അതിന് കുറെ പ്രയത്നിച്ച ആളാണ് ഞാൻ. ശ്മശാനത്തിന് വേണ്ടിയിട്ട് പല മന്ത്രിമാർക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും പ്രതിഫലം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ പഞ്ചായത്ത് ഭരണം മാറിയോടുകൂടി മെമ്പറായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു ഫണ്ട് അനുവദിച്ചു തരണം തന്നെയാണ് നിർബന്ധം പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കി തന്നും ചെയ്തു. അത് യാഥാർത്ഥ്യമാക്കുന്ന ഫണ്ടുകളൊക്കെ പാസ്സായി അത് യഥാർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ അയൽവാസിയായ ഇതിന് പരാതി പോയത്. അതുകൊണ്ട് ഇപ്പോൾ ആ പരാതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അത് ഈ പരാതി പിൻവലിക്കാതെ ഫണ്ട് അനുവദിച്ച് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 10 സെന്റ് കോളനിക്കാർക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കൊല്ലങ്ങളായി സാമർഥ്യമില്ലാതെ ഇരിക്കണം. മറവ് ചെയ്യാൻ തരല്ല, മരിച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ട് കുറെ കാലങ്ങളായി ഞങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇവിടെ നേതാക്കന്മാരൊക്കെ കൂടി ഞങ്ങൾക്ക് ഒരു സ്ഥലം തന്നു, കുഞ്ഞം തന്നു, തിരിച്ചു തന്നു. അത് അളക്കാം പറഞ്ഞ അളവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾക്കൊരു സ്ഥലം അങ്ങനെ മറവ് ചെയ്യാനില്ല. അടുത്ത് മുറ്റത്തും തൊടിയിലൊക്കെ അടുത്തൊക്കെ മറവ് ചെയ്തുന്നത്. ഇപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. പൂർത്തിയായോട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇതിന്റെ മുമ്പൊക്കെ മുറ്റത്തും തൊടിയിലൊക്കെ മറവ് ചെയ്തതാണ്. ഇതുവരെ മരിച്ചാല് മുറ്റത്ത് അറിയുമ്പോലെ വെച്ച് ഞങ്ങൾ കുറെ കതിയിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞന്തത് ഞങ്ങൾക്ക് കൈമാറി തന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.